ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവാനും ഇളക്കുട്ടിക്കും വേണ്ടി നമ്മളിന്ന് അഡ്മിഷൻ എടുക്കാൻ പോയി. അപ്പോൾ ഇവാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടും ഇളക്കുട്ടി പ്രീ കെ ജിയിലോട്ടുമാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ കൂടെ കുട്ടുവും ചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാട്ടാക്കടയിലെ ചിക്മേനിയ എന്ന് പറഞ്ഞ കടയിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഇളമോള് പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് ലേറ്റാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മുകളിലൊരു പാർലർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോയില്ലേ, അപ്പോൾ ഇളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെയർ ട്രിം ചെയ്യണം, പിന്നെ ഒന്ന് വാഷ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർലറിലോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഏത് കസാരയിൽ ഇരിക്കണമെന്ന് രണ്ടുപേരും തമ്മിൽ പരസ്പരം വഴക്കായിരുന്നു. അങ്ങനെ ജിജി പിന്നെ ഒരു വിധത്തിൽ രണ്ടുപേരെയും പറഞ്ഞ് ഒരിടത്ത് അടക്കിയിരുത്തി. പിന്നെ ഭൂമി കുലുങ്ങിയാലും ഞാനൊന്നും അറിയില്ല, ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് ഇവാൻകുട്ടൻ തകർത്ത് ഫോണിൽ ഗെയിം കളിയായിരുന്നു. ഇവാൻകുട്ടന് ആരെന്ത് പ്രശ്നമുണ്ടാക്കിയാലും ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിലായിരുന്നു ഇവാൻകുട്ടൻ്റെ ഇരുത്തം. അപ്പോൾ ഇവാൻകുട്ടൻ ഫോൺ കാണാണ്ടപ്പോൾ ഇളക്കുട്ടിക്ക് സഹിച്ചില്ല, ഇളക്കുട്ടിക്കും ഫോൺ കാണണം. അങ്ങനെ എൻ്റെ ഫോണിന് വേണ്ടി കുറച്ച് നേരം കുറച്ച് കരച്ചിലും വിളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവളെയും പറഞ്ഞ് ഞാൻ ഒന്ന് അടക്കി നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഇളക്കുട്ടിയാണെങ്കിൽ അവിടുത്തെ പെയിൻ്റൊക്കെ ചുരണ്ടാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അവരെ എനിക്കിന്ന് അടി മേടിച്ച് തരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചു. കുട്ടുവാണെങ്കിൽ ഇവാൻകുട്ടൻ്റെ കൂടെ കൂടി ഗെയിം കളിയും കൂടെ വീഡിയോസ് കാണുമായിരുന്നു. അവസാനം ഇളക്കുട്ടിയുടെ സമയം വന്നു. ഇളക്കുട്ടിയുടെ ഹെയർ വാഷിൻ്റെ ടൈമായി. അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇളക്കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം നല്ല തണുത്ത വെള്ളമാണ്, മഴ സമയമില്ലേ, ചിരിയും വരുന്നുണ്ട്, സങ്കടവും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുത്ത് വേദനെടുക്കുന്നു അമ്മയെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ അവൾ സമ്മതിച്ചില്ല. പിന്നെ നേരെ അവർ കട്ടിങ്ങിലോട്ട് കിടന്ന് കട്ട് ചെയ്യാനും അവൾ ഒരുപാട് സമ്മതിച്ചില്ല. ഒരു വിധത്തിൽ അവൾ അടങ്ങിയിരിക്കില്ലായിരുന്നു. ഭയങ്കര ചട്ടമ്പിയായിരുന്നു. അങ്ങോട്ട് തിരിക്കക്കോ ഇങ്ങോട്ട് തിരിക്കക്കോ ആയിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഫോണൊക്കെ കയ്യിൽ കൊടുത്ത് ഒരു വിധത്തിലാണ് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചിരുത്തിയത്. പിന്നെ ഹെയർ കട്ട് ചെയ്ത് ഹെയർ ഉണക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കടയിലോട്ട് പോയി. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുഡെല്ലാം റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ.